ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നേരെ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ ഒരു ലോങ് ഓട്ടം പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ആറ്റിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ആറൊക്കെ കവിഞ്ഞ് നമ്മുടെ വീണ്ടും വാതക്കവർ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടോ. ഞാൻ പോയെന്ന് നോക്കിയില്ല, കാരണം മുറ്റത്തിറങ്ങാൻ മടിയായിരുന്നു. എപ്പോഴും മഴയായതുകൊണ്ടേ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ പകലൊക്കെ. പിന്നെ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണി കാര്യങ്ങളൊന്നുമില്ല. അമ്മയും കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി കൊടുത്താൽ മാത്രം മതി. അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ഒതുങ്ങി രാവിലത്തെ കുളിയും കഴിഞ്ഞ് അങ്ങ് കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ട്. എണീറ്റ് വന്ന പാടെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കണം എന്തെങ്കിലും ഒരു ചെറുകടിയും കൂടി ഉണ്ടാക്കാമെന്ന് കേട്ടോ, മഴയൊക്കെയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കാമല്ലോ. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛനും അമ്മയൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്തിന് നമുക്ക് ചെറുകടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടംപൊരി എന്ന് പറയണോ അതെയോ സ്മോൾ ബോണ്ട എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പം ഇതിനാവശ്യം ഗോതമ്പൊടി, പഴം, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ ഒരു നുള്ളു ഉപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവും ഏലക്കയും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ ഗോതമ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുമല്ലോ, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കുക. ശേഷം ഒരു 10-15 മിനിറ്റോളം അങ്ങനെ അതേപടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് സമയമുണ്ടല്ലോ. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ മുഴുവൻ വെള്ളം കയറി എന്ന് പറയുന്നുണ്ടെങ്കിലും വന്ന് നോക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കുറച്ച് തോന്നിട്ടുണ്ട്, എന്നാന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഈ മണ്ണൊക്കെ കയറി കിടക്കുന്നുണ്ടല്ലോ, അവിടം വരെ വെള്ളമായിരുന്നു കേട്ടോ രാവിലെ. ഇതിപ്പം വെള്ളം കുറച്ച് ഇറങ്ങിയതാണ്, എന്നാലും ഇപ്പം ആ കൊച്ചു പയ്യനെല്ലാം നടന്നു പോകുന്നുണ്ടല്ലോ, അവിടെ മുഴുവൻ വെള്ളമാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ റോഡായിരുന്നു, അതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പക്ഷേ വന്ന വഴിയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല, മൊത്തം വെള്ളം. അങ്ങ് മുട്ടപ്പം മിച്ചം വെള്ളമുണ്ട് കേട്ടോ. രാവിലെയൊക്കെ ഇവിടെ ചേട്ടന്മാർ തേങ്ങ വറുക്കുന്നുണ്ടായിരുന്നു, വെള്ളത്തിൽ ഒഴുകി വരുന്നു. ഒരു ചേട്ടന് 10-50ഓളം തേങ്ങ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. വലിയൊരു ചാക്കിനകത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി നോക്കാനൊന്നും വയ്യ. അച്ഛൻ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ കണ്ട്. എല്ലാവരും ആദ്യം വെള്ളം കയറിയപ്പോഴത്തേക്കിനും ഇവിടെ ഏരിയയിൽ മുഴുവൻ വന്ന് നോക്കി നിൽക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആറൊക്കെ കരയൊക്കെ കവിഞ്ഞൊഴുകുന്നുണ്ട്. നല്ല ചെളിവെള്ളമാണ് കേട്ടോ. ഒരു ഏരിയയിൽ മുഴുവൻ ചപ്പും ചവറും എല്ലാം അടിച്ച് കുത്തി കലക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഏരിയ ഏകദേശം വെളുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കും ഇതൊക്കെ പോയിട്ടുണ്ട്. ഹരിതകർമ്മസേനയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പം കുറച്ച് കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക് അല്ലേ. ഇപ്പം അത്ര ഇല്ല കേട്ടോ. അപ്പം ഞാനവിടെ പോയി നിന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തിരിച്ചു പോന്നേക്കാം, നമ്മുടെ സാധനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ടി വിയിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, വെള്ളം കയറി വീട് നശിച്ചു, കെട്ടിടം ഇടിഞ്ഞു വീണു, വെള്ളം പൊങ്ങി എന്നൊക്കെ. പക്ഷേ അത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചെറിയൊരു രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെ ഒരു വലിയ മലയുടെ മണ്ടയിലല്ലേ, കയ്യൂരെന്ന് പറഞ്ഞിട്ട് വലിയൊരു കുന്നുംപുറത്താണ് നമ്മളെ നാട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ മുഴുവൻ വെള്ളത്തിലായാലാണ് നമ്മുടെ അങ്ങോട്ട് വെള്ളം കയറത്തുള്ളൂ. പിന്നെ അവിടെ തേവ്രമലയൊക്കെ വലിയ മലക്കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ അങ്ങനെ വെള്ളത്തിൻ്റെ ശല്യം വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഇങ്ങനെ മഴക്കാലവും വെള്ളപ്പൊക്കവും ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കിനും ഭക്ഷ്യസാധനങ്ങൾക്കൊക്കെ കുറച്ച് ക്ഷാമം നേരിടുമെങ്കിലും നല്ല ചക്കയും മാങ്ങയും ചേനയും ചേമ്പൊക്കെ തിന്ന് നമുക്ക് ജീവിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയാണെങ്കിലും വെള്ളത്തിൻ്റെ വലിയ ശല്യമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതിൻ്റേതായ ശല്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യൂലേ, കുടിക്കാനും വെള്ളമില്ല, ഭയങ്കര ഒരു അവസ്ഥയല്ലേ. വേനലാണെങ്കിൽ പിന്നെ അത്രയും വലിയ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ച് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മുങ്ങിപ്പോകുമോ എന്നുള്ള അവസ്ഥയിലാണ്. നമ്മുടെ ഇവിടെ പത്രം വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പത്രം വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കിനും ഫുള്ള് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ കഥകളാണ് കേട്ടോ. പിന്നെ എനിക്ക് വലിയ ടെൻഷൻ അടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ട് വായിച്ചൊന്നും നോക്കാൻ പോവില്ല. അങ്ങനെ വെള്ളമൊക്കെ പൊങ്ങിയത് കണ്ടിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ പലഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ കുത്തിയിടുന്നുണ്ട് കേട്ടോ. തേങ്ങ കൊത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ എന്തെങ്കിലും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു നുള്ളു വെള്ളം കൂടെ തളിച്ചു കൊടുത്ത് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം അത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. ഞാനിപ്പോൾ അധിക സമയം വെച്ചില്ല, ഒരു 15 മിനിറ്റൊക്കെ വെച്ചുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇരിക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ ബോൾ പോലെ പൊന്തി വരും കേട്ടോ. നമ്മൾ വേറെ ഇതിനകത്ത് അങ്ങനെ ഉള്ളു ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഇത്ര സാധനങ്ങൾ മാത്രം മതി, നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ
നമുക്ക് എണ്ണ നന്നായിട്ട് ലാഭമുണ്ട്. നമ്മൾ ഉഴുന്നുവടയും അങ്ങനെയുള്ള എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം നന്നായിട്ട് എണ്ണ പിടിക്കുമല്ലോ. ഇത് പക്ഷേ അത്ര എണ്ണ വലിക്കത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു ട്രിപ്പ് എണ്ണ ഒഴിച്ചത് വെച്ചിട്ട് ആ കുഴച്ച് വെച്ച മാവ് മുഴുവൻ ഞാൻ ചുട്ടെടുത്തു കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അത്രയും എണ്ണ കുറച്ച് മാത്രമേ വലിക്കുള്ളൂ. പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടും. പഴം കൂടുതലായിട്ട് ചേർത്തേക്കുന്നതുകൊണ്ടേ അധികം വേകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചുടുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരുത്തർ വന്ന് പറക്കി തിന്നിട്ട് അവസാനം കട്ടൻ ചായയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാൻ പാകത്തിന് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആകെ ഒരു പ്ലേറ്റേ ഉള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ അകത്താക്കി 2 പ്ലേറ്റോളം നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടപ്പൊരി പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അധികം മധുരം ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനകത്ത് മധുരം ചേർക്കേണ്ടവർക്ക് കുറച്ച് ശർക്കര പാനിയോ പഞ്ചസാരയോ ഒക്കെ ചേർക്കാം. പഴത്തിന് നല്ല മധുരം ഉള്ളതായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒത്തിരി മധുരം ചേർക്കാത്തതാണ് നല്ലത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെകിടിക്കാതിരിക്കും. അങ്ങനെ പിന്നെ ചായയും നമ്മുടെ കരിപ്പലഹാരമൊക്കെ ആയിട്ട് തിന്നേ വന്നിരുന്നു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു വൈകിട്ട് ചീരയും മുരിങ്ങയിലയും കൂടെ വെക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എന്തായാലും ചായയൊക്കെ കുടിച്ച് തിന്നേ വെറുതെ മഴയും കണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആ സമയത്തിന് കുറച്ച് ചക്കക്കുരും കൂടെ ഒരുക്കി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വൈകിട്ടത്തെ കറിക്കുള്ള ചക്കക്കുരു എടുത്ത് തൊലിയൊക്കെ ചിരണ്ടി നുറുക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു മുരിങ്ങാമരം ഉണ്ട്. അവിടുത്തേന്ന് കുറച്ച് മുരിങ്ങയിലയും കൂടെ ഒടിച്ചിട്ട് ചക്കക്കുരും മുരിങ്ങയിലയും കൂടെ പൊതയനാക്കാം വൈകിട്ട്. പിന്നെ തൈര് ഇരിപ്പുണ്ട്. പിന്നെ ഏട്ടാ ഇന്ന് ഓട്ടം കഴിഞ്ഞ് വരും. 2-3 ദിവസം എന്ന് പറഞ്ഞ് പോയെങ്കിലും അത്രയും ദിവസം നിന്നില്ല കേട്ടോ. 2 ദിവസം നിന്നുള്ളൂ. അപ്പം ഇന്ന് വരും കേട്ടോ വൈകിട്ട്. അപ്പം വരുമ്പോൾ ചിലപ്പം മീനോ വല്ലതും മേടിച്ചുകൊണ്ട് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അത് വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ചക്കക്കുരു ചിരണ്ടി നുറുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ പോയി മുരിങ്ങയിലൊക്കെ ഒടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മഴ തൂളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല. അച്ഛൻ പിന്നെ മഴയത്ത് തലയിൽ തോർത്തൊക്കെ ഇട്ട് ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നു തോരുന്നു വീണ്ടും പെയ്യുന്നു തോരുന്നു. ഇത് തന്നെ അവസ്ഥ കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ചുമട് തുണി കൊണ്ടുവന്നാണ് അതെല്ലാം ഇവിടെ കൊണ്ട് ഇടുകയും ചെയ്തു. കഴുകിയിട്ടതൊന്നും ഉണങ്ങിയിട്ടുമില്ല കേട്ടോ. ആകെപ്പാടെ പണ്ടപ്പരപ്പിലായിരിക്കുകയാണ് ഞാൻ. പിന്നെ അമ്മയുടെ ഒരു നൈറ്റിയൊക്കെ എടുത്ത് ഇടാൻ വൈകിട്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞി അടുപ്പയിലേക്ക് ഇട്ടു. അപ്പം ഞാനിനി വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയല്ലോ. അപ്പം എല്ലാം ഒന്ന് അടിച്ച് തൂത്ത് വാരിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിണ്ണയും പെരയ്ക്കാവും മുറ്റുമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വാരി. അത് കഴിഞ്ഞിട്ട് വന്നപ്പം നമ്മൾ കടിഞ്ചായൊക്കെ കുടിച്ച ഗ്ലാസും പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓരോരോ പരിപാടി പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ച് ഏട്ടായി വരുമ്പോഴത്തേക്കിനും കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. വേറെ 2 പേരെയും കുളിപ്പിക്കുന്നില്ല കേട്ടോ. അവരുടെ മേലൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കുന്നേ ഉള്ളൂ. കുഞ്ഞാപ്പിക്ക് ആണെങ്കിൽ ചെറിയൊരു സ്വരം മാറ്റം പോലെ ഉണ്ട്. ഇനി വല്ല ജലദോഷമോ തൊണ്ടവേനൊക്കെ ആയി മാറുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് മേലൊന്ന് തുടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ പോയി ഒന്ന് കുളിച്ചു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നൈറ്റി അമ്മയുടെ ആണെങ്കിലും എനിക്ക് കീർത്തിയായിരുന്നു കേട്ടോ. പിന്നെ കണ്ണൊക്കെ എഴുതാത്തതുകൊണ്ട് എനിക്ക് എന്തോ പോലെ സിന്ദൂരം കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയുടെ ഒരു സിന്ദൂര ഡപ്പി അവിടെ ഇരുന്നതിനകത്തുനിന്ന് കുറച്ച് നുള്ളെടുത്ത് സിന്ദൂരം മാത്രം ഒന്ന് തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പതുക്കെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കിനും പിള്ളേരെ ഒന്ന് മേലൊക്കെ തുടച്ചു. വല്യപ്പനും പിള്ളേരോടെ വിളക്ക് വയ്യും പ്രാർത്ഥനയിലൊക്കെ ആണ് കേട്ടോ. ഞാൻ വേഗം പോയിട്ട് നമ്മുടെ കറിക്കുള്ളതൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ ഒന്ന് ഉതിർത്ത് നമ്മുടെ ഇറിലിയോ എന്തിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ നോക്കി വൃത്തിയാക്കി പിറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് പതുക്കെ. ചക്കക്കുരു അമ്മ ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ, ഉള്ളി, മുളക്, മഞ്ഞൾ ഇത്രയും സാധനങ്ങൾ അതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് അരപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കി ഇളക്കിയാൽ നമ്മുടെ കറി റെഡി കേട്ടോ. അടുക്കളയുടെ അങ്ങോട്ട് വെട്ടം കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ പൊതേനൊക്കെ ആയി കഴിഞ്ഞ് കുഞ്ഞാപ്പി ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കിനും അവന് ചോറ് വേണം. അങ്ങനെ പിന്നെ ഞാൻ ചോറും കൂടെ കൊടുത്തു. അപ്പോഴേക്ക് ഏട്ടായി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നു. ഏട്ടായി മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങുമെന്ന് മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വെട്ടിയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കിടന്ന് വെട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല. എൻ്റെ നല്ല മുഴുത്ത മീനാണ്. എൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു പോയിട്ടോ. അപ്പം അമ്മ അത് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഏട്ടായി കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ അത്യാവശ്യം ഷർട്ട് മുണ്ടൊക്കെ കഴുകിയിടാളൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇട്ടു.
അത് കഴിഞ്ഞിട്ട് ഇനി വേഗം നമ്മൾ മീൻ വറക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടായി വിശന്നാണ് വന്നത്, വേഗം ചോറെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മീനും കൂടെ വറക്കുകയാണെങ്കിൽ ചോറ് എടുക്കാമല്ലോ. അങ്ങനെ മീനിന് വേണ്ടിയിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളി നല്ല പേസ്റ്റ് വരത്തിൽ കല്ലിൽ ഇങ്ങനെ അരച്ചെടുത്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് തിരുമ്മി നമ്മുടെ മീനയിലേക്കൊക്കെ അങ്ങ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മുഴുത്ത പീസായിട്ട് കട്ട് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു പീസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ചോറിനാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മീനും വറുത്ത് ഏട്ടയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ മീനൊക്കെ വറുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേർക്കും ചോറ് വേണം. അപ്പോൾ അവർക്കും ചോറ് കൊടുത്തു, അച്ഛനും ചോറ് കൊടുത്തു. ഇനിയിപ്പോൾ എല്ലാവരും വേഗം കഴിച്ചേക്കാം, മഴയൊക്കെ അല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, എല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ഏറ്റവും ഒടുവിൽ ഞാനും അമ്മയും ചോറും മീൻ വറുത്തൊക്കെ എടുത്തുകൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പർ മീനായിരുന്നു കേട്ടോ, നല്ല രുചിയുണ്ടായിരുന്നു. ഇനിയിപ്പം കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് തിരുമ്മി വറുത്തോണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല നെയ്യും ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മൊരിച്ച് വറുത്ത് നന്നായിട്ട് ഉശാലായിട്ട് നമ്മളങ്ങ് ചോറുണ്ടു. മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് പോകുന്ന വഴി അറിയത്തില്ലല്ലോ. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ചക്കക്കുരുവും ചീരയും പുതയിനും ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ തൈരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ ഈ തറയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. പിള്ളേരൊക്കെ ചോറിനുണ്ട്, അതിലേക്ക് ചോറും ഒക്കെ വീഴ്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകാൻ ആളൊക്കെ അമ്മ കഴുകിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പോയി കിടക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേർ പിന്നെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടിട്ടേ വരുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണൊക്കെ വാങ്ങിച്ച് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ കിടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ഫോൺ കൈ കിട്ടിയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പം എൻ്റെ ഏട്ടയുടെ അല്ല കേട്ടോ, അമ്മയുടെ ഫോണാണ്. ഇവിടെ വന്നപ്പം പോലെ അവസ്ഥയിലാണ് കേട്ടോ പിടുത്തം. അപ്പോൾ എപ്പോഴേലൊക്കെ ഇനി വന്ന് പതുക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.